ശാന്തി 29/8/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങളിവിടെ പഠിത്തം പഠിക്കുന്നതിനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ണുകൾ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. പഠിത്തം കണ്ണുകൾ തുറന്നാണ് പഠിക്കേണ്ടത്. ഇത് ഭഗവാന്റെ ഗീതാ പാഠശാലയാണ്. ഇവിടെ സ്വയം ഭഗവാൻ ടീച്ചറായി വന്ന് നമ്മൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയാണ്. ഒരു പഠിത്തം പഠിക്കുമ്പോൾ കണ്ണുകൾ തുറന്നാണ് ഇരിക്കേണ്ടത്, കണ്ണുകൾ അടച്ചിട്ടല്ല. നാം ഇവിടെ ഒന്നിൽ നിന്നും ഒളിച്ചോടുകയല്ല, എല്ലാത്തിനെയും നേരിടുകയാണ്. നമ്മൾ നേരിടുന്നത് മറ്റുള്ളവരെയോ പുറമേയുള്ള വസ്തുക്കളെയോ അല്ല, അവയോടുള്ള നമ്മുടെ ഉള്ളിലുള്ള ആകർഷണത്തെയാണ്. അതിനാൽ കണ്ണുകൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. പഠിത്തം കണ്ണുകൾ തുറന്നു തന്നെയാണ് പഠിക്കേണ്ടത്. ചോദ്യം: ഭക്തി മാർഗത്തിൽ ഭക്തർക്ക് ഏത് ശീലമാണുള്ളത്? അത് നിങ്ങൾ കുട്ടികളിൽ ഉണ്ടായിരിക്കരുത്. ഉത്തരം: ഭക്തിയിൽ ഏതെങ്കിലും ദേവതയുടെ മൂർത്തിയുടെ മുന്നിൽ പോയി എന്തെങ്കിലുമൊക്കെ യാചിക്കുന്നു. അവർക്ക് യാചിക്കുന്നതിൻ്റെ ശീലം വന്നിരിക്കുകയാണ്. ലക്ഷ്മിയുടെ മുന്നിൽ പോയി ധനം യാചിക്കും, എന്നാൽ ഒന്നും ലഭിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികളിൽ ഈ ശീലം ഉണ്ടായിരിക്കരുത്. നിങ്ങൾ ബാബയുടെ സമ്പത്തിൻ്റെ അധികാരികളാണ്. നിങ്ങൾ സത്യമായ വിചിത്രമായ ബാബയെ കണ്ടുകൊണ്ടിരിക്കൂ. ഇതിൽ തന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ സമ്പാദ്യം ഉള്ളത്. നമ്മൾ ഓരോരുത്തരും കഴിഞ്ഞ 63 ജന്മങ്ങളായി ഭക്തി ചെയ്തു വരികയാണ്. അതിനാൽ ഭക്തിയിലുള്ള പല ശീലവും ഇപ്പോഴും ഉണ്ടായിരിക്കും. എന്നാൽ അതിലെ ഒരു ശീലത്തെക്കുറിച്ചാണ് ഇന്ന് ബാബ പറയുന്നത്. ബാബ പറയുന്നു, ഭക്തർക്ക് ദേവതകളുടെ മുന്നിൽ ചെന്ന് പലതും യാചിക്കുന്ന സ്വഭാവമുണ്ട്. ലക്ഷ്മിയുടെ മുന്നിൽ പോയി ധനം യാചിക്കും, സരസ്വതിയുടെ മുന്നിൽ പോയി ബുദ്ധി യാചിക്കും, ദുർഗയുടെ മുന്നിൽ പോയി ശക്തി യാചിക്കും. എല്ലാം യാചിക്കുകയാണ് ചെയ്യുന്നത്. യാചനയുടെ ശീലമുണ്ട്. എന്നാൽ ബാബ നമ്മൾ കുട്ടികളോട് പറയുന്നു, നമ്മൾ ബാബയുടെ വിദ്യാർത്ഥികളാണ്. നാം ജ്ഞാനമാർഗത്തിലുള്ളവരാണ്. നമ്മളിൽ ഒരിക്കലും യാചിക്കുന്നതിൻ്റെ സ്വഭാവം ഉണ്ടായിരിക്കരുത്. കാരണം നമ്മൾ ബാബയുടെ സമ്പത്തിന് അധികാരികളാവുകയാണ്. നാം വിചിത്രനായ ബാബയെ കണ്ടുകൊണ്ടിരിക്കണം. അതായത് ചിത്രമില്ലാത്തവനായ ബാബയെ ഓർമ്മിക്കണം. അതിനായി സ്വയം വിചിത്രമാണ് എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ വിചിത്രനായ ബാബയെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിൽ തന്നെയാണ് സത്യമായ സമ്പാദ്യം ഉള്ളത്. എല്ലാം തന്നെ പ്രാപ്തമാകും. ഇത് സത്യമായ എല്ലാ കാലവും നിലനിൽക്കുന്ന സമ്പാദ്യമാണ്. ചോദിച്ചു വാങ്ങുന്നത് അല്പകാലത്തേക്കുള്ളതാണ്. എന്നാൽ ബാബയിൽ നിന്ന് ലഭിക്കുന്നത് സദാകാലത്തേക്കുള്ളതാണ്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബാബ ജ്ഞാനത്തിൻ്റെ അലങ്കാരം ചെയ്യുകയാണ്. അത് നിലനിർത്തുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. മായയുടെ പൊടി പറ്റി ജ്ഞാന അലങ്കാരം മോശമാക്കരുത്. പഠിത്തം നല്ല രീതിയിൽ പഠിച്ച് അവിനാശിയായ സമ്പാദ്യം ഉണ്ടാക്കണം. 2. ഈ ചിത്രത്തെ, അതായത് ദേഹധാരിയെ മുന്നിൽ കണ്ടുകൊണ്ടും ബുദ്ധി കൊണ്ട് വിചിത്രനായ ബാബയെ ഓർമ്മിക്കണം. കണ്ണുകൾ അടച്ച് ഇരിക്കുന്ന ശീലം ഉണ്ടാക്കരുത്. പരിധിയില്ലാത്ത ബാബയോട് ഒന്നും തന്നെ യാചിക്കരുത്. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ബാബ ദിവസവും നമ്മൾ കുട്ടികളെ ജ്ഞാനരത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയാണ് ചെയ്യുന്നത്. ആ അലങ്കാരം മുഴുവൻ ദിവസവും നിലനിർത്തുന്നതിന് തീർച്ചയായും പുരുഷാർത്ഥം ചെയ്യണം. മായയുടെ പൊടി പറ്റി അലങ്കാരം മോശമാക്കരുത്. ഇതിനായി പഠിത്തം നല്ല രീതിയിൽ പഠിക്കണം.
പഠിത്തം പഠിക്കണം അർത്ഥം എന്താണോ നാം മുരളിയിൽ കേട്ടത് അതിനെക്കുറിച്ച് വിചാരസാഗര മന്ഥനം ചെയ്യണം. ഇങ്ങനെയാണ് അവിനാശി സമ്പാദ്യം നിലനിർത്തുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ബ്രഹ്മബാബയെ കണ്ടുകൊണ്ടും ശിവബാബയെ ഓർമ്മിക്കണം. ബ്രഹ്മബാബ ശരീരധാരിയാണ്, എന്നാൽ ശിവബാബ വിചിത്രനാണ്, അതായത് ചിത്രമില്ലാത്തവനാണ്, നിരാകാരനാണ്. ബാബയെ ഓർമ്മിക്കുമ്പോൾ നാം ഒരിക്കലും കണ്ണടയ്ക്കരുത്. കണ്ണടച്ചിരിക്കുന്ന ശീലം ഉണ്ടാക്കിയെടുക്കരുത്. അതിനോടൊപ്പം തന്നെ നാം പരിധിയില്ലാത്ത ബാബയുടെ കുട്ടികളാണ്. നാം സമ്പത്തിന് അധികാരികളാണ്. അങ്ങനെയുള്ള അധികാരി കുട്ടികളായ നമ്മൾ ഒരിക്കലും ബാബയോട് ഒന്നും തന്നെ യാചിക്കരുത്. വരദാനം: സമയത്തിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് ഫാസ്റ്റിൽ നിന്നും ഫസ്റ്റ് ആകുന്ന തീവ്ര വേഗതയുള്ള പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. അവ്യക്ത പാർട്ടിൽ വരുന്ന ആത്മാക്കൾക്ക് ലാസ്റ്റിൽ നിന്നും ഫാസ്റ്റും ഫാസ്റ്റിൽ നിന്നും ഫസ്റ്റും ആകുന്നതിനുള്ള വരദാനം പ്രാപ്തമാണ്. അതിനാൽ സമയത്തിൻ്റെ മഹത്വത്തെ അറിഞ്ഞ് ലഭിച്ചിട്ടുള്ള വരദാനം സ്വരൂപത്തിൽ കൊണ്ടുവരൂ. ഈ അവ്യക്ത പാലന സഹജമായും ശക്തിശാലി ആക്കുന്നതാണ്. ഇതിനാൽ എത്ര മുന്നേറാൻ ആഗ്രഹിക്കുന്നുവോ മുന്നേറാൻ സാധിക്കും. ബാബ്ദാദയും നിമിത്താത്മാക്കളുടെയും സർവരെ പ്രതിയും സദാ മുന്നേറുന്നതിന് പറക്കുന്നതിനുള്ള ആശീർവാദം ഉള്ളത് കാരണം തീവ്ര വേഗതയിൽ പുരുഷാർത്ഥം ചെയ്യാനുള്ള ഭാഗ്യം സഹജമായും ലഭിച്ചിരിക്കുന്നു. ആരാണോ ബ്രഹ്മബാബ അവ്യക്തമായതിനു ശേഷം ജ്ഞാനത്തിൽ വരുന്നത് അവർക്ക് ലാസ്റ്റ് സോ ഫാസ്റ്റ് ഫാസ്റ്റ് സോ ഫസ്റ്റ് എന്ന വരദാനം ലഭിച്ചിട്ടുണ്ട്. അവസാനം വരുന്നവരിൽ സ്പീഡിൽ പോകാൻ സാധിക്കും, സ്പീഡിൽ പോകുന്നവരിൽ ഫസ്റ്റ് ആകാനും സാധിക്കും എന്ന വരദാനമാണിത്. ഈ കാരണത്താൽ സമയത്തിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കണം. ഇത് അന്തിമ സമയമാണ്. ഈ അന്തിമ സമയത്തിലും ഈ വരദാനത്തെ ഓർമ്മിച്ചുകൊണ്ട് എത്ര സാധിക്കുന്നുവോ എത്ര ആഗ്രഹിക്കുന്നുവോ അതിലും കൂടുതൽ മുന്നേറാൻ സാധിക്കും. കാരണം ബാബ്ദാദയുടെയും നിമിത്താത്മാക്കളുടെയും എല്ലാവരെ പ്രതിയുമുള്ള ആശീർവാദമാണ് എത്ര പറക്കുവാനും മുന്നേറാനും ആഗ്രഹിക്കുന്നുവോ അത് ചെയ്യാം എന്നത്. ഈ ആശീർവാദത്തിലൂടെ തീവ്ര വേഗതയിൽ പുരുഷാർത്ഥം ചെയ്യാനുള്ള ഭാഗ്യം സഹജമായും ലഭിക്കുന്നു. സ്ലോഗൻ: നിരാകാരനിൽ നിന്നും സാകാരം എന്ന മഹാമന്ത്രത്തിൻ്റെ ഓർമ്മയിലൂടെ നിരന്തര യോഗിയായി മാറൂ. ഞാൻ നിരാകാരനായ ആത്മാവ് സാകാരത്തിൽ വന്നിരിക്കുകയാണ്. ഈ ഒരു സ്മൃതിയിലൂടെ ഓരോ കർമ്മം ചെയ്യുന്നതിനും വരിക, കർമ്മം ചെയ്യുക, പിന്നെ തിരികെ പോകുക. ഈ ഒരു അഭ്യാസത്തിലൂടെ നിരന്തര യോഗിയാകാൻ സാധിക്കുന്നു. ഈ അഭ്യാസം ചെയ്യുന്നതിന് നിരാകാരനിൽ നിന്നും സാകാരം എന്ന മഹാമന്ത്രം ഓർമ്മിച്ചു വയ്ക്കണം. ഓം ശാന്തി.